തക്ബീരിൻ ധ്വനി പൊങ്കും അടർക്കളമുഹദിന്റെ തതി പെറ്റ തിരുത്വാഹ കുഫിർ നടുവിൽ തൊക്കികരം പിടുത്തടുത്തതി ക്ഷണമിസും തിക്കുടരെ നയനമെ തന്നിലാക്കി തക്ബീരിൻ ധ്വനി പൊങ്കും അടർക്കളമുഹദിന്റെ തതി പെറ്റ തിരുത്വാഹ കുഫിർ നടുവിൽ തൊക്കികരം പിടുത്തടുത്തതി ക്ഷണമിസും തിക്കുടരെ നയനമെ തന്നിലാക്കി തങ്കക്കരമ്പലം വെട്ടി ചൊങ്കൾ. Hey everyone, Assalamu alaikum. Hope you are doing good and great. So ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. യൂഷ്വലി ഞാനങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാറില്ല, ബട്ട് ടുഡേ ഐ തോട്ട് ഓഫ് ഡൂയിങ് ഡേ ഇൻ മൈ ലൈഫ് ബിക്കോസ് ഓഫ് ദീസ് ടു കമൻറ്റ്സ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഡേ ഇൻ മൈ ലൈഫ് റൈറ്റ്. സോ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നമ്മുടെ റംബൂട്ടാൻ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. മാഷാല്ലാ അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഓൾ ക്രെഡിറ്റ്സ് ഫോർ മൈ മമ്മ. ആൻഡ് ഇന്ന് നമുക്ക് ഒരാവശ്യത്തിന് വേണ്ടി പുറത്ത് പോകാനുണ്ടായിരുന്നു ആൻഡ് ഇതായിരുന്നു ഞാൻ ഡിസൈഡ് ചെയ്ത ഔട്ട്ഫിറ്റ്. പക്ഷേ ഫൈനലി ആ ഔട്ട്ഫിറ്റ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ രാവിലെ ഹോർലിക്സ് ഒക്കെ കുടിച്ചു ആൻഡ് ഞാൻ ചേഞ്ച് ചെയ്ത ഔട്ട്ഫിറ്റ് ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിലാണ്, വെയിൽ വരുന്നതിന് മുമ്പ് പോകാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ നമ്മൾ ബസ്സൊക്കെ കയറിയിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ആ 2 കമൻറ്റ്സ് കാരണമാണ് ഇന്ന് ഈ ഒരു ഡേ ലൈഫ് ചെയ്യാൻ കാരണം. അങ്ങനെ പിന്നെ നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉമ്മച്ചിയോടക്ക് വന്നിട്ട് ആമീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓൾ കണ്ടപ്പോൾ ഞാനും ഹാപ്പി, ഓളും ഹാപ്പി. പിന്നെ ഞങ്ങൾ കുറച്ച് അധികം നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കൽ തന്നെ ഇരുന്ന് പണിയുണ്ടായിരുന്നു. പിന്നെ ഓൾ ഭയങ്കര പ്രോ ഡാൻസർ ആയതുകൊണ്ട് തന്നെ ഓളുടെ ഡാൻസ് സ്റ്റെപ്പൊക്കെ ഭയങ്കര വേറെ ലെവലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സോങ് വെക്കാൻ വേണ്ടി പറയും, എന്നിട്ട് പിന്നെ ഓൾ ഇരുന്ന് കളിക്കും. ലൈക്ക് ഓൾക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും സ്റ്റെപ്പിട്ട് അങ്ങനെ കളിക്കലാട്ടോ പതിവ്. പിന്നെ ഞാൻ പോയി നിസ്കരിച്ച് പിന്നെ ലഞ്ചിനാണെങ്കിൽ ഇവിടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നത്. കംഫർട്ട് നോക്കിയിട്ട് പിന്നെ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടതാട്ടോ. പിന്നെ നമ്മളെല്ലാവരും ചക്ക കഴിച്ചു. പിന്നെ ഇപ്പോൾ കരയണ എന്തിനാന്ന് വെച്ചാൽ അടുപ്പിലിരിക്കുന്ന ചിക്കൻ ഓൾക്ക് ടേസ്റ്റ് വേണം പറഞ്ഞിട്ടാണ്. ഫൈനലി അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത്രയും ഐറ്റംസ് ലഞ്ചിനുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല സ്പെഷ്യൽ മാംഗോ പിക്കിളും ഉണ്ടായിരുന്നു ആൻഡ് ഓൾ ഡെഡിക്കേറ്റഡ് ബൈ ഇമ്മച്ചി. പിന്നെ നമുക്ക് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് പോരേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് വീട് എടുക്കുന്ന കാര്യം ചെറുതായിട്ടൊന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഞാൻ നൈറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നേരെ ഇമ്മച്ചിയുടെ അടുക്ക് നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കെന്ന് വെച്ചാൽ ഇമ്മച്ചിയുടെ ഒപ്പം ഇങ്ങനെ ഓരോ എന്താ പറയുക പ്ലാന്റ്സിനൊക്കെ ബന്ധപ്പെട്ട് കുറേ ഇങ്ങനെ ചെടികളും പൂക്കളും ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനും കാണാനൊക്കെ ഭയങ്കര ഞാനും വെച്ച് രാവിലെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്താ പറയുക പൂക്കളും ചെടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സ് ആട്ടോ. ഈ ബോഗൻവില്ല പറഞ്ഞ ഇമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇമ്മച്ചി എന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഇങ്ങനെ എണീറ്റിട്ട് ബോഗൻവില്ല വന്ന് നിൽക്കും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തൊടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുറ്റൊക്കെ വന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ എന്താ പറയുക മുറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര എന്തോ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെയാണെങ്കിൽ ഇന്ന് നമുക്ക് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. മെയിനായിട്ട് ഇമ്മച്ചിക്ക് അക്ഷയ്ക്കും ബാങ്കൊക്കെ പോകാനുണ്ട്. ഒപ്പം ഇമ്മച്ചി ഇന്ന് ജസ്റ്റ് BP ഇന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഇമ്മച്ചിയുടെ BP ഒക്കെ ചെക്ക് ചെയ്യാൻ ഞാനായിരുന്നു ഇമ്മച്ചിയുടെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇമ്മച്ചിയുടെ ഒപ്പം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല രസമാണ്, ആൾക്കൊരു കമ്പനിയായിട്ട് ഞാൻ പോകലുണ്ട്. പിന്നെ നമ്മൾ അക്ഷയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, ഒപ്പം തന്നെ ബാങ്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും നല്ല പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ കമ്പനി ഇമ്മച്ചുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇമ്മച്ചി എന്തെങ്കിലും വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് പിന്നെ ഫേമസ് ബേക്കറി വന്നിട്ട് നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ചൂടിൻ്റെ ഇത് ഞാൻ പറയണ്ടല്ലോ, നല്ല വെയിലാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ഞാനും വെച്ച് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അധികം ക്ലിപ്സ് ഒന്നും എടുത്തില്ല, നൈറ്റാണ് ഞാൻ ക്ലിപ്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ ആത്തിഫ് കടയിലൊക്കെ പോയി വന്നപ്പോൾ ഈ ഒരു ഐസ് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇങ്ങനെ അതൊക്കെ പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ ഞാനും വെച്ചും രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ബൈ ഇന്നും നമുക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. ആൻഡ് ഞാനും വെച്ചും മോനും കൂടെയാണ് ഇന്നുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ 3 ആളാണ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഒന്നും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്, കാരണം കുറച്ച് ദിവസമായി ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്.
സോ നിങ്ങൾ വിചാരിക്കും ഞാൻ നമ്മൾ ജോഡിയൊക്കെയാണ് വരുന്നുണ്ടാവുക. നോ ഗൈസ്, നമ്മൾ നമ്മുടെ സ്വന്തം നെസ്റ്റൊക്കെയാണ് വന്നത്, അഥവാ ഗരുഡാമാൾ എന്ന് പറയും. സോ അവിടേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് കയറിയിട്ട് നേരെ ഞാൻ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനൊക്കെ ഇങ്ങനെ നോക്കി പോകുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് നമുക്ക് ഞണ്ട് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കണ്ടില്ല, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക കൊതിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഈ ഒരു ജ്യൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് ഞണ്ട് വാങ്ങാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോൾ സ്കൂൾ സപ്ലൈസ് ആയിട്ട് കുറേ അവിടെ ഉണ്ട് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്, ഡയറീസ് ആയാലും വാട്ടർ ബോട്ടിൽസ് ആയാലും പെയിൻറ്റും കളേഴ്സ് ആയാലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാനും വെച്ചും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട്, സോ ഓൾക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അടുത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ഈവനിങ് ആണെങ്കിൽ നല്ല സൂപ്പർബായിട്ട് മഴ പെയ്തു ഗൈസ്, നല്ല അടിപൊളിയാണ് ആഫ്റ്റർ എ ലോങ് ടൈം. അപ്പോൾ ഉമ്മച്ചി ഒറ്റ മൈൻഡിൽ കപ്പയും ചമ്മന്തിയും കട്ടൻ ചായയും സെറ്റ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്ര തന്നെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.